സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സ്വാതി അഖിലിനോട് ചോദിച്ചു, അല്ല ആ ഓട്ടോറിക്ഷക്കാരൻ എന്താ പെട്ടെന്ന് പോയെന്ന് ചോദിച്ചു. അയാൾക്ക് വല്ല അത്യാവശ്യം കാണും സ്വാതി എന്ന് പറഞ്ഞു. സ്വാതിന്നോ? എങ്ങനെ എന്റെ പേരറിയാം? അല്ല അത് പിന്നെ പൊന്നുമളത്തിലെ മാധവമേനന്റെ മോളല്ലേ, എനിക്കറിയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അറിയാവോ? അപ്പോഴേക്കും സ്വാതിയുടെ കൂട്ടുകാരി പറഞ്ഞു, അതെ എനിക്കൊരു ട്രീറ്റ് തരാൻ വേണ്ടി ഇവിടെ എന്നെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കൂടിക്കോളാൻ പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ അഖില് പറഞ്ഞു, അതെ കൂട്ടുകാരി അല്ലല്ലോ പറയേണ്ടത്, സ്വാതിയല്ലേ വിളിക്കേണ്ടനെ, സ്വാതിയല്ലേ ട്രീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. തൽക്കാലം വേണ്ട, എന്നാ ശരി വീണ്ടും കാണാന്നൊക്കെ പറഞ്ഞിട്ട് അഖിൽ അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് സ്വാതിയുടെ കൂട്ടുകാരി പറഞ്ഞു, ആളെ കണ്ടിട്ട് ഒരു ജെന്റിൽമാൻ ലുക്കൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നീ ഒന്ന് നോക്കിക്കോളാൻ പറയും, ഒന്ന് പോടി അവിടുന്ന് എന്നും പറഞ്ഞ് സ്വാതി അവളെയും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് സേതുവും പല്ലവിയും മൃദുവിനെ കുറെ നോക്കി, അവിടെ എങ്ങും കണ്ടില്ല. സേതു ഏട്ടാ, അവളുടെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ, പക്ഷെ അവൾ എങ്ങോട്ട് പോയെന്നറിയില്ലല്ലോ, ഇവിടെ എവിടെയും കാണുമായിരിക്കും, ഒന്നുകൂടെ നോക്കാന്ന് പറഞ്ഞു. അവരതിലൂടെയൊക്കെ നോക്കുന്നുണ്ട്, കണ്ടില്ല. ഒടുവില് അച്ചുവിനെ വിളിക്കുവാണ്. ആ സമയം അച്ചു ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക. ശ്രീഹരി പറഞ്ഞു, നീ എന്തിനാ അച്ചു ഇങ്ങനെ ടെൻഷൻ അടിക്കണേ, അവൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അതല്ല ശ്രീഹരി, എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനുമാണ് പല്ലവിയുടെ കോള് വരുന്നത്. പല്ലവി വിളിച്ചിട്ട് അച്ഛനോട് ചോദിച്ചു, അല്ലച്ചു ഋതു അങ്ങോട്ടേക്ക് വന്നോന്ന് ചോദിച്ചു. ഇല്ല ഇങ്ങോട്ടേക്ക് വന്നില്ല എന്ന് പറഞ്ഞു. എന്താ പല്ലവി ചേച്ചി, അവളെ കണ്ടോന്ന് ചോദിച്ചു. കണ്ടായിരുന്നു, പക്ഷെങ്കിൽ വണ്ടി യൂറ്റേൺ എടുത്ത് വരുന്ന സമയത്ത് പിന്നെ അവളെ കണ്ടില്ല. അവൾ എങ്ങോട്ട് പോയെന്ന് അറിയില്ല, ഞാൻ കരുതി അങ്ങോട്ടേക്ക് വന്നു കാണുന്നു. വന്നില്ല എന്ന് പറഞ്ഞു. അവളെ ഞാൻ കുറെ വിളിച്ചു, പക്ഷെ അവൾ ഫോണും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേച്ചി, ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന്. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, ശരി നോക്കട്ടെ, അവൾ ഇവിടെ ഉണ്ടോന്ന് നോക്കട്ടെ, നീ ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി കോള് കട്ട് ചെയ്യുന്നേ. ശ്രീഹരിയോട് അച്ചു പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾക്ക് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന്, അതുകൊണ്ടാണ് പല്ലവി ചേച്ചി വിളിച്ചിട്ട് കോള് പോലും അവൾ എടുത്തിട്ടില്ല, കോള് പോലും കട്ട് ചെയ്ത് വിട്ടെന്ന് പറഞ്ഞു. ശ്രീഹരി പറഞ്ഞു, എന്തോ ആയിക്കോട്ടെ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, നമ്മുടെ കുഞ്ഞിനത് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ശ്രീഹരി അച്ഛനെ സമാധാനിപ്പിക്കുകയാണ്. അതേ സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സിറ്റോട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും പാറു ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതെന്തിരട്ടെ ചായ എന്ന് പറഞ്ഞു. ഇന്ദ്രൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു. അതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വാങ്ങിച്ചു കുടിച്ചോളാൻ പറഞ്ഞു. അല്ല അത് പിന്നെ എനിക്കറിയാം ഇന്ദ്രന്റെ മുഖത്തെ സംശയം. അല്ല നിനക്ക് എന്നോട് വെറുപ്പില്ലേ പാറൂന്ന് ചോദിച്ചു. ഞാനെന്തിനാ ഇന്ദ്രനെ വെറുക്കണേ, എനിക്ക് വെറുക്കേണ്ട കാര്യമൊന്നും ഇല്ലോ എന്ന് പറഞ്ഞു. അല്ല ഞാൻ നിന്നോട് നിന്റെ ചേച്ചിയോടൊക്കെ കുറെ ദ്രോഹം ചെയ്തിട്ടുണ്ട്, അതൊന്നും സാരമില്ല. അതെ എന്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ വളർത്തിയത് എങ്ങനെയാണെന്നറിയാവോ, എന്നെ മാത്രമല്ല എന്റെ ചേച്ചിയെ, മറ്റുള്ളവരോട് സഹാനുഭൂതി ദയൊക്കെ ഉണ്ടാവണം, മനുഷ്യപ്പറ്റുണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു തന്നാ പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് എനിക്ക് ഇന്ദ്രേട്ടനോട് ദേഷ്യപ്പെടാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ അമ്മയ്ക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേങ്കില് ഇപ്പൊ പക്ഷെ അമ്മ അങ്ങനെയല്ല, അമ്മ ആകെപ്പാടെ മാറിയിട്ടുണ്ട്. ഒരു പക്ഷേങ്കില് അമ്മ നേരത്തെ നല്ലൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഇന്ദ്രേട്ടനൊന്നും ഇങ്ങനെ ആവത്തില്ലായിരുന്നു, ഇന്ദ്രേട്ടനൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നേനും. പക്ഷെ ഇപ്പോഴമ്മയ്ക്കൊക്കെ നല്ല മാറ്റമുണ്ട്, പക്ഷെ ഇന്ദ്രേട്ടൻ മാത്രം മാറാൻ തയ്യാറായിട്ടില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദ്രന് വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ടായി. പിന്നീട് പാറ പറഞ്ഞു, അതെ ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ ഗ്ലാസും കയറ്റോണ്ട് ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ ആ ഗ്ലാസ് അങ്ങോട്ട് കൊടുത്തു. പാറ പോകാൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു, അല്ലേ ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരാമെന്ന് ചോദിച്ചു. എന്താ? അതെ എന്റെ മുഷിഞ്ഞ ഡ്രസ്സാ അത്, എനിക്ക് മാറ്റാൻ വേറൊന്നുമില്ല, ഇവിടെയുള്ളതൊന്നും എനിക്ക് കൊള്ളത്തുമില്ല, എനിക്ക് ഒരു ഷർട്ട് എന്തെങ്കിലും എടുത്തു തരാമെന്ന് ചോദിച്ചു. അതിനെന്താ, ഞാൻ വിശ്വത്തിന്റെ ഒരെണ്ണം എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞ് പാറു അകത്തേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഷർട്ട് എടുത്തോണ്ടുന്നു. ഇതാ ഇന്ദ്രേട്ടാന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു, അല്ല അയൺ ബോക്സ് ഒന്ന് എടുത്തരാവോ, ഞാൻ ഇരുന്ന് അയൺ ചെയ്യാനാന്ന് പറഞ്ഞു. അയൺ ചെയ്യാനാണ് എന്നോട് പറഞ്ഞ പോരെ, ഞാൻ ചെയ്തിട്ടില്ലേ. വേണ്ട വേണ്ട, അത് ശരിയാകത്തില്ല, അമ്മയോ വിഷു ആരെങ്കിലും കണ്ട പ്രശ്നമാവും, അമ്മയും വിഷുവൊക്കെ ടെറസിന്റെ മുകളില, അവരാരും കാണാനൊന്നും പോകുന്നില്ല, ഇങ്ങ് താട്ട്, എന്നാലും വേണ്ട, അത് പാറുവിനും ബുദ്ധിമുട്ടാവും പറഞ്ഞു. ഒരു പ്രശ്നമില്ല, ഇങ്ങ് തരാനും പറഞ്ഞുകൊണ്ട് പാറു അതും വാങ്ങിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി. ഇന്ദ്രൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്. അതേ സമയത്ത് ഋതു ഒരു ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ രാജമ്മയാണ് കൂട്ടിക്കൊണ്ട് ചെല്ലുന്നേ. അങ്ങനെ ഋതുവിനോട് ഇരിക്കാൻ പറഞ്ഞു. ഋതു പറഞ്ഞു, ഡോക്ടർ എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിരുന്നേന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയണം. അല്ല 20 വീക്സ് കഴിഞ്ഞാണ്, ഇതിപ്പോ ചെയ്യാണ്ട് കുറച്ച് റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും ഋതു പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞു. ശരി, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇന്ന് പോയിട്ട് പിന്നെ ഒരു ദിവസം വരാൻ പറയണം. അല്ല ഡോക്ടറെ, ഈ 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി വരില്ല, കാരണം 20 വീക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസത്തെ പ്രൊസീജിയേഴ്സ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവള് നെറ്റിലൊക്കെ നോക്കി അതൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്, ഇവളാള് കേമിയ എന്നൊരു ചിന്ത ഡോക്ടറുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ആ സമയത്ത് അവന ഋതുവിനോട് ചോദിച്ചു, അല്ല ബൈസ്റ്റാൻഡർ ആയിട്ട് ആരെങ്കിലും നിൽക്കുമോന്ന് ചോദിച്ചു.
അത് കേട്ടപ്പോൾ ഋതു ഒന്നിങ്ങനെ മിണ്ടാതിരിക്കണം. ഓ, കൂടെ ആരും ഇല്ലല്ലോ അല്ലേ, തനിച്ചാന്നല്ലേ പറഞ്ഞല്ലേന്ന് ചോദിച്ചു. ഋതു ഇങ്ങനെ ആലോചിച്ചു 2 ദിവസമാണെ പണിയാവും, വീട്ടിൽ എന്ത് പറഞ്ഞിട്ട് പോരും, എന്നാലും സാരമില്ല, എങ്ങനെയെങ്കിലും ഈ വിഷവത്തിനെ വയറ്റിൽ നിന്ന് കളഞ്ഞാൽ മാത്രം മതി. ആ സമയം രാജൻ പറഞ്ഞു, ബൈസ്റ്റാൻഡറുടെ കാര്യം ഒന്നും ഓർത്ത് ഡോക്ടർ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. കണ്ണിറക്കി കാണിക്കുകയാണ്. ശരി ശരി, അല്ല ഇന്ന് വല്ല ഫീസും ഉണ്ടോ ഡോക്ടർ എന്ന് ചോദിച്ചു. ഇന്ന് ഫീസൊന്നുമില്ല, ഇന്ന് ഫ്രീ ആണ്. രാജമ്മ കൊണ്ടുവന്നല്ലേ, അടുത്ത ദിവസം വരുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഋതു അങ്ങോട്ട് പോകാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു പേഷ്യൻ്റ് അങ്ങോട്ട് വരുവാണ്. അപ്പോൾ ഋതു അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ആ ഒരു പെൺകുട്ടി തനിച്ചാ വന്നേ. അവർ വന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് വേറൊരു നിവൃത്തിയില്ല, ആദ്യത്തെ കുഞ്ഞിന് 6 മാസമായതുള്ളൂ, അതുകൊണ്ടാണ് രണ്ടാമത് ഈ കൊടുംപാതകം ചെയ്യാൻ ഞാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അപ്പം രണ്ടാമതും പുള്ളിക്കാരത്ത് ഗർഭിണിയായി. അപ്പം ആദ്യത്തെ കുഞ്ഞിന് 6 മാസം ആയതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ ശ്രമിക്കണത്. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ശരി ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഡോക്ടർ എന്ത് ചെയ്തു, ആരോ കുറച്ച് സമയം ഫോൺ വിളിച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും 3-4 ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വന്നു. ഗുണ്ടകൾ വന്നിട്ട് എന്ത് ചെയ്തു, ക്ലോറോഫോം മണപ്പിക്കുകയാണ് ആ പെൺകുട്ടി ബോധം കെട്ടുപോയി. ആ സമയത്ത് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറയാണ്. അത് ഡോക്ടറാണോ എന്തോ ഒന്നും അറിയത്തില്ല. പക്ഷെ അവരുടെ അടുത്ത് പോയാണ് ഋതു തല വെച്ച് കൊടുത്തിരിക്കുന്നത്. ഋതുവിനൊന്നും പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തുമില്ലായിരുന്നു. ആ സമയത്ത് പാറു ഇന്ദ്രന് വേണ്ടിയിട്ട് ആ ഷർട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. ആ സമയത്ത് പാറു പറഞ്ഞു, അതെ ഇപ്പൊ തന്നെ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് മുകുന്ദൻ മാഷ് അങ്ങോട്ട് വരുന്നത്. പാറുവിനെ കാണാൻ വേണ്ടി വന്ന് കോളിംഗ് ബെൽ അടിക്കണം. അപ്പൊ കഥമൊക്കെ തുറന്നു നടക്കുന്നുണ്ട്. ആരെയും കണ്ടില്ല. മുകുന്ദൻ മാഷ് കോളിംഗ് ബെൽ അടിച്ചിട്ട് ആരെയും കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അകത്തേക്ക് കയറി വരുവാണ്. ഈ സമയത്ത് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് തിരിയുവാണ്. ആ സമയത്ത് പാറു എന്ത് ചെയ്തു, ഡ്രസ്സ് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് സ്വിച്ച് അങ്ങോട്ട് ഓഫ് ആക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് പാറുവിന് എങ്ങനെയോ ഷോക്ക് കേൾക്കണം. പാറു എടുത്തടിച്ചു പോലെ താഴെ വീണു. ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ നോക്കി കഴിഞ്ഞപ്പോൾ പാറു താഴെ വീണ് കിടക്കുന്ന കാഴ്ച കണ്ടേ. പെട്ടെന്ന് പാറു എന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ശ്വാസമുണ്ട്. ഇന്ദ്രൻ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ്, CPR കൊടുക്കണ സമയത്താണ് മുകുന്ദൻ മാഷ് ഈ കാഴ്ച കണ്ടുകൊണ്ട് വരുന്നത്. പാറുവിന്റെ നെഞ്ചത്ത് കൈയൊക്കെ അമർത്തി പിന്നീട് കൃത്യമായ ശ്വാസമൊക്കെ കൊടുക്കണ സമയത്ത് മുകുന്ദൻ മാഷ് തെറ്റിദ്ധരിച്ച് ഇന്ദ്രനെ, എടാ നീ എന്റെ കുഞ്ഞിനെ എന്താടാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഇന്ദ്രനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. എടാ വൃത്തികെട്ടവനെ, നീ എന്ത് പരിപാടിയാടാ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്, അയ്യോ ഞാനൊന്നും ചെയ്തില്ലാച്ചാന്നൊക്കെ ഇന്ദ്രൻ പറയുന്നുണ്ട്. അവള് ബോധം കെട്ടു പോയപ്പം ചെയ്തു തന്നു, നീ മിണ്ടരുതെന്നൊക്കെ പറഞ്ഞു. ഒച്ചപ്പാടും ബേളം കേട്ട് രാജലക്ഷ്മിയും വിശ്വം വന്നു. അപ്പോഴേക്കും രാജലക്ഷ്മി ചോദിച്ചു, എന്താന്ന് ചോദിക്കുകയാണ്. ഇതേ ഇവന് മോളെന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് മുകുന്ദൻ മാഷ്. അപ്പോഴാണ് പാറു വീണ് കിടക്കുന്നത്. അയ്യോ മോളെന്നും പറഞ്ഞുകൊണ്ട് പാറിന്റെ അടുത്തേക്ക് വന്നു. ആ സമയം വിശ്വം ചോദിച്ചു, എന്താ പാറിന് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുകുന്ദൻ മാഷ് കാര്യങ്ങൾ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യത്തോടു കൂടി രാജലക്ഷ്മി പോയി ഇന്ദ്രനെ അടിക്കുവാണ്. എടാ വൃത്തികെട്ടവനെ, നീ എന്ത് പരിപാടിയാടാ കാണിച്ചെന്ന് ചോദിച്ചോണ്ട്, നിന്റെ അനുജത്തി അല്ലേ ഇവളെന്ന് ചോദിച്ചോണ്ട്, എന്റെ അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാൻ രാജലക്ഷ്മി കൂട്ടാക്കില്ല. പിന്നീട് രാജലക്ഷ്മി വിശ്വമൊക്കെ ചേർന്നിട്ട് മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് പാറിനെ എഴുന്നേൽപ്പിക്കുകയാണ്. പാറിനോട് ചോദിച്ചു, എന്താ മോളെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. എനിക്കറിയില്ലമ്മേ. ആ സമയം ഇന്ദ്രൻ പറയുന്നുണ്ട്, അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. രാജലക്ഷ്മി നല്ല രീതിയിൽ തല്ലു കൊടുത്ത് ഇന്ദ്രനിട്ട് ഇറങ്ങിപ്പോയിക്കോണം, നിന്നെ എന്റെ കൺമുന്നിൽ പോലും കാണില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പാറു പറഞ്ഞു, ഇന്ദ്രനോട് അങ്ങനെ ചെയ്തത്, ഇന്ദ്രൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എങ്ങനെയോ താഴെ വീണതാ, ആ സമയത്തായിരിക്കും ഇന്ദ്രേട്ടൻ വന്നിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു, എനിക്കിത് വിശ്വാസമില്ല, എനിക്ക് ഒട്ടും വിശ്വാസമില്ലെന്ന് പറഞ്ഞു. എടാ മുമ്പ് എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാലോ, അന്ന് പടിക്കെട്ടിന്ന് പാറു വീണു, എങ്ങനെയാ നിനക്കറിയാലോ. അത് കേട്ട് കഴിഞ്ഞപ്പം പാറു താളിപ്പോട് ഒരു രാജലക്ഷ്മിയെ നോക്കുകയാണ്. നിനക്കറിയാമോ മോളെ അന്ന് എങ്ങനെയാ നീ താഴെ വീണേന്ന്. ഇല്ലമ്മേ, എങ്കിലും ഇവനറിയാം എന്ന് പറയണം. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, അങ്ങനെ ഒന്നും ഇല്ലമ്മേ, അന്നത്തെ പോലെ അല്ല ഇന്ന് എന്ന് പറഞ്ഞു. നീ കൂടുതലൊന്നും പറയണ്ട, ഇറങ്ങിപ്പോയിക്കോണം അവിടുന്ന്. ആ സമയം വിശ്വത്തോട് പറഞ്ഞു, എടാ വിശ്വ നീ എങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദേട്ടാ ഈ കാര്യത്തിൽ എനിക്ക് ഏട്ടനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇന്ദ്രൻ ആകെപ്പാടെ വിഷമിച്ചു പോയി. അപ്പോഴേക്കും രാജലക്ഷ്മി അവനെ കൊണ്ടുപോയി പുറത്തേക്ക് തള്ളിയിട്ട് കഥ കടയ്ക്കുവാണ്. ഇറങ്ങിപ്പോയിക്കോണെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടൊന്നില്ലാതെ പോകുകയാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മിക്ക് ദേഷ്യവും സങ്കടം എല്ലാം കൂടെ വന്ന് രാജലക്ഷ്മി അവിടെ നിന്ന് കരയുവാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.